ഇതൊക്കെ കാണും കേൾക്കും ചെയ്തപ്പോ തന്നെ എന്തൊരു സന്തോഷം. അഭിമാനത്തോടെ പറയാല്ലേ നമ്മുടെ അടുത്തുള്ള കുട്ടികളാ നമ്മുടെ ചേച്ചിയാന്നൊക്കെ. പിന്നല്ലാതെ നമ്മളെ ചേച്ചി ഏട്ടനാണ് നമ്മളെ കാണാൻ വന്നതാണ്. നമ്മള് കൊറേ ദൂരത്താണെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നു. ചേച്ചിനെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് കണ്ടിട്ടുണ്ട്, നമ്മളെ കാളിയമ്പലത്തിൽ നിന്ന്. അപ്പൊ ഉണ്ട് നമ്മളോട് ചിരിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ എവിടെയും കാണാത്ത ആരോ പതിവ് ഇങ്ങനെ ചിന്തിച്ചു. അപ്പൊ അമ്മേന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങൾ പകൽ വീട്ടില് ഡാൻസും അല്ല അല്ല അമ്മ ശരിപ്പറമ്പ് എന്റെ തറവാടിന്റെ അവിടെ പകൽ വീടില്ലേ, അച്ഛനൊക്കെ ഞങ്ങളൊപ്പം പോയി പാട്ട് പാടി ഡാൻസ് കളിക്കാനും ഒക്കെ കൂടി ഞങ്ങൾക്ക് സമ്മാനം കിട്ടി. അങ്ങനെയൊക്കെ നിന്നിട്ട് പിന്നീട് പോകുന്നേക്ക് സുഖമല്ല. പാലക്കാട്. ഇപ്പൊ ഇവിടെ 15 വർഷമായില്ലേ? 15 വർഷം. ഇപ്പൊ ഇവിടെ നമ്മളടുത്ത് വരണല്ലേ? അപ്പൊ ഞാനേ സുഖമില്ലാത്തന്നൊക്കെ വിചാരിക്കും ചേച്ചിനെ കണ്ടാൽ. ഞാൻ അതല്ല ഒന്നും കാണാൻ പറ്റണില്ല. എല്ലാരും ഇങ്ങനെ ഞാൻ അന്വേഷിക്കുമ്പോൾ പറയും കാണാൻ പറ്റണില്ല എന്ന് പറയും. അപ്പൊ പറയണെന്നൊക്കെ ഉണ്ട്. എന്റെ സെബിനോട് ചോദിച്ചു, സെബിനോട് വന്നപ്പോ വർത്താനൊക്കെ എല്ലാം അറിയണുണ്ട്. അപ്പൊ ഇങ്ങനെ അമ്മയോട് അപ്പൊ തന്നെ വന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മ ഇങ്ങനെ എന്തോ ചോദിച്ചെന്നൊക്കെ. നമുക്കത് സന്തോഷമായി, ഇഷ്ടായി. അപ്പൊ നമ്മളങ്ങനെ കഴിഞ്ഞാൽ എന്നിട്ട് പിന്നെ തീരെ അങ്ങോട്ട് കൊണ്ട് കാണാൻ പറ്റാതെ പിന്നെ അന്നൊന്നും ആർക്കും വരാനും പറ്റൂല. കൊറേ അങ്ങനെയും ഇൻഫെക്ഷൻ വരുന്നൊക്കെ വിചാരിച്ചിട്ട് പേടിച്ചിട്ട് ഏട്ടനും സംസാരിക്കും. ഏട്ടന്റെ പേരെന്താ പറയുന്നത്? എന്റെ പേര് കണ്ണൻ. ചേച്ചിന്റെ പേര് ഇന്ദിര. ഫസ്റ്റ് ഫ്രണ്ടായി ഇടയ്ക്കിടയ്ക്ക് കാണാലോ. ഇടയ്ക്കിടയ്ക്ക് കാണാം. ഇവിടെ അടുത്ത വീടൊക്കെ അല്ലേ? നാളെ തൊട്ട് നല്ല അടിപൊളി സ്ഥലമാണ്. പണിയൊക്കെ ആരംഭിക്കും. ആ വീടൊക്കെ നന്നായി എളുപ്പം കയറട്ടെ. ചേച്ചിക്ക് ഒരു വീട് എത്രയും പെട്ടെന്ന് കയറട്ടെ പ്രാർത്ഥിക്കുന്നു. കുറച്ച് തമ്പുരാനോട് പറയുന്നു. അപ്പൊ നമ്മള് വിശ്വസിക്കാൻ പറ്റാത്ത വിരുന്നാരെ നമ്മള് തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. കോളിമ്പെല്ലായിട്ട് വാതിലിട്ട് തുറന്നപ്പോഴാണ് കുട്ടികളാരെങ്കിലും കളിക്കാനേ അപ്പൂസിൽ വന്ന് കേറിയതുള്ളൂ. അതിന്റെ പിന്നാലെ കുട്ടികളാരെങ്കിലും വരികയാണെന്ന് വിചാരിച്ചിട്ടാണ് പ്രതീക്ഷിക്കാതെ വാതിൽ തുറന്നിങ്ങനെ തിരിച്ചില്ലെങ്കിൽ ഒന്നുകൂടി നോക്കുമ്പോഴാണ് ചേച്ചി ഏട്ടനീട് കണ്ടത്. എനിക്ക് അത്രയും വിശ്വസിക്കാൻ, അതിലേറെ അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അവരൊന്നും ഇങ്ങോട്ട് വരും നമ്മളൊക്കെയും കരുതിയില്ല. അവരിങ്ങനെ ഒരു പിന്നെ കാറ്ററിങ്ങിൻ്റെ പരിപാടിയായിട്ട് നടന്ന് ഇപ്പം നമ്മളടുത്ത അയൽവാസിയായിട്ട് വരികയാണ്. നമ്മൾ പകൽ വീട്ടിൽ നമ്മൾ ഒന്നിച്ച് പാട്ട് പാടി ഡാൻസ് കളിക്കുന്നു ഒക്കെ. പകൽ വീട്ടിലങ്ങനെ കൂടി ഞങ്ങൾ മഞ്ചേരി പോയി ഒക്കെ ഒപ്പൊക്കെ ഒരുമിച്ച് അന്ന് തൊട്ടേ ഒരുമിച്ച് നിന്നു. പിന്നെ അസുഖം വന്നപ്പോൾ പിന്നെ ആർക്കും കാണാൻ പറ്റാതെ അങ്ങനെ ആയിക്കുന്നാലും ഇന്നും എല്ലാവരും അന്വേഷണം ചോദിക്കും, ഇതുണ്ടോയെന്നൊക്കെ ചോദിക്കും. ഇപ്പം ഒന്ന് കാണണമെന്ന് കുറേ ആയി. കുറേ ദൂരത്താണ് വീട് വിചാരിച്ചിട്ടാണ് വരാതുന്നത്. പിന്നെ വീഡിയോ ഒന്നും കാണാം, വീഡിയോയിലുണ്ട് നമ്മളെന്നറിയാം. എപ്പോഴോ ഒന്ന് വീഡിയോ ഫോണിങ്ങനെ മറച്ചു നോക്കിയപ്പോ കാണും ചെയ്തു. പക്ഷെ നമ്മളെ കാണാനായിട്ടിരിക്കാൻ ഒഴിവറ്റ ഒരിക്കില്ല. അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാനുള്ള അതൊന്നും ഇച്ചല്ല. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ദൂരത്താന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മളടുത്ത് എത്തിപ്പെട്ടു. അപ്പൊ നല്ല സന്തോഷം. ഒരുപാട് കാലത്തെ പരിചയവും ഇതൊന്നുമില്ല, എന്നാലും വന്നിട്ട് കണ്ടുപോയി. കൊറേ സംസാരിച്ചില്ല, നമുക്ക് അപ്പൊ വീഡിയോ എടുക്കാൻ പറ്റില്ല. സംസാരിക്കുമ്പോ എങ്ങനെ വീഡിയോ എടുക്കാം? സംസാരിക്കാൻ കണ്ടിട്ട് എത്രയും സന്തോഷം. കാണാൻ വരുമ്പോ പിന്നെ വീഡിയോ എടുക്കാറുണ്ട് കണ്ട് സംസാരിച്ചിരിക്കല്ലേ. പക്ഷെ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ ചോദിച്ചിരിക്കുന്നത് ആ ഫോട്ടോ എടുക്കാം നമുക്ക്, എന്താ സന്തോഷല്ലേ അത്. അപ്പൊ ചേച്ചി ഉണ്ടെന്നിട്ട് ഉണ്ണിയപ്പം ഇന്നലെ രാത്രി കൊടുത്തില്ല, നമ്മള് ഒന്നും കൊടുത്തില്ല. അപ്പൊ സെബിന് ടീച്ചറെ അടുത്തുനിന്ന് ചായ കഴിച്ചിട്ടാ വന്നത്. ചായ ഒക്കെ റെഡിയാക്കിയിരുന്നു, ചായ ഒന്നും കുടിച്ചില്ല. അങ്ങനെ പോയി. കണ്ടാ മതി, കണ്ട് സംസാരിച്ചാൽ മതി. അത്രയ്ക്ക് ഇഷ്ടമായിട്ട് അങ്ങനെ പറയുമ്പോ നമ്മള് കുറെ അത്ര സമയം എവിടെയും വർത്താനം പറഞ്ഞിരുന്നു. ഇപ്പൊ പോയിട്ടുള്ളൂ. ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ടാ അപ്പൊ ഓഫാക്കി. എന്നിട്ട് പിന്നെ വീണ്ടും നമ്മള് തിളപ്പിക്കാൻ നിൽക്കുക ചായ. അപ്പൊ പിന്നെ സംസാരിക്കല്ലേ വേണ്ടത്. ഒരാള് നമ്മളെ കാണാൻ കയറിയുമ്പോ
അവരോട് ശരിക്കും വർത്താനം പറഞ്ഞ് കൂടി നമ്മളൊരു വീട്ടുകാരുമാരിയായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒപ്പം കൂടി ഇറങ്ങി ടാറ്റ പറഞ്ഞു പോയി. അതിനിടയ്ക്ക് അപ്പൂസിന് വയ്യ. അപ്പോൾ ഓനെ വയ്യാത്ത കാര്യം പറഞ്ഞ എന്നും വീഡിയോയിൽ ഭർത്താവ് വയ്യാണ്. അത് വയ്യാത്തത് വെച്ചാൽ നമ്മളെ വിശേഷമല്ലേ, നമ്മളെ കാര്യമല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അവൻ അലർജി ആയിട്ട് പോയപ്പോഴൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഉച്ചൊട്ടിട്ട് തുമ്മലും എല്ലാം ആയിട്ട്. നല്ല മഴ ചെയ്തപ്പോൾ തുമ്മലൊന്നും ഉണ്ടായി. നല്ല തണുപ്പും അടച്ച് മഴ ചെയ്തൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. ഇന്ന് നല്ല ഒരു പ്രാവശ്യം മഴയൊന്നുമില്ല. ഇപ്പോൾ വയ്യാതെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവരെ കാണിക്കുന്ന ഡോക്ടർ ഇല്ല. അപ്പോൾ എന്താ ചെയ്യുന്നത് ഇതിക്കാൻ ഇംഗ്ലീഷ് മരുന്ന് എനിക്ക് കൊടുക്കലില്ല, ഹോമിയോ മരുന്നാണ് കൊടുക്കല്. അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ അവിടെ ഇരിക്കുന്നുണ്ട്. നാളെ അവനെ കാണിക്കുന്ന ഡോക്ടർക്ക് പാണ്ടിക്കാട് പോകണം. അങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രിക്കുള്ള ഒരു ഇതുണ്ടാക്കാണ് കേട്ടോ. കറി ചക്കക്കൂട്ടാനായിരുന്നു. ഇന്നലെ നമ്മൾ ശാസ്ത്രാക്കാനോട് പോയിട്ട് ചക്കയൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ചക്ക ഉണ്ടാക്കണം നമ്മൾ കാട്ടിയില്ല. ചക്കയൊക്കെ അവിടെ റെഡിയാണ്. ഇതിനൊക്കെ ഉള്ള കറി ഒരു ഉപ്പേരിയാണ് ഞാൻ ഉണ്ടാക്കണത്. ഉപ്പേരി പോലെ ഉണ്ടാക്കണത് ഇതുകൊണ്ടാണ് ഉണ്ടാക്കണത്. മുട്ട. ഇന്ന് ഞങ്ങൾ പുറത്തേക്ക് പോയിരുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിരുന്നു. വന്നപ്പോഴത്തേന് നേരം 3 മണി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചക്ക കൂട്ടാനും പിന്നെ എന്താ നമുക്ക് ഉണക്കലിമീൻ വറ്റിച്ചത്, തളമീൻ വറ്റിച്ചത്, കൈപ്പഞ്ഞ ഉപ്പേരി, കൈപ്പഞ്ഞ ഉപ്പേരി. അപ്പോൾ അത് രാത്രിക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു മുട്ട വറവില്ലേ, മുട്ട വറവ് എല്ലാവരും എങ്ങനെ ഉണ്ടാക്കലും അറിയില്ല. നമ്മൾ നാളെ ഉണ്ടാക്കിയിരുന്നു, ഉണ്ടാക്കി തിന്നും ചെയ്തു. അത് കാട്ടിയിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളൊന്നും കൂടി ഉണ്ടാക്കുകയാണ്. അത് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. അതേപോലെ ഒന്നും കൂടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം വേണ്ടത് മുട്ടേനെ ഒന്ന് ഇളക്കി ഇതാക്കി എടുക്കണം കേട്ടോ. അമ്മ അങ്ങോട്ട് ഇരുന്നോളേ കാരണം. അപ്പോൾ ഓക്കെ 3 മുട്ട ഉണ്ട്. എന്താ പേരാണ്? മുട്ട വറവ്, മുട്ട ഉപ്പേരി. ഉപ്പേരിയില്ലേ അതേപോലെ ഒരു സാധനം, ഒരു വെറൈറ്റി. നമ്മൾ എപ്പോഴും ഓംപ്ലേറ്റും മറ്റേ വേറെ എന്തെങ്കിലുമൊക്കെ അല്ലേ ആക്കല്. ഇത് ഒരു വ്യത്യസ്തമായിട്ടൊരു സാധനം. അപ്പം ആദ്യം അത് ഇങ്ങനെ കാട്ടിയെടുക്കണം. എന്നിട്ട് എനിക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. മീനിന് കുട്ടികളുണ്ടായിരുന്നു. കുട്ടികളുണ്ടായിട്ടുണ്ട്. എവിടെ കാണുന്നതാണല്ലോ. കാണൂല, കുഞ്ഞതാണ്. കുഞ്ഞു കുട്ടികളാണ്. ആ മൂത്ത വലിയ മീൻ തിന്നു തോന്നുന്നുണ്ട്. അതിന് കുട്ടിയെ കാണാനില്ല. എല്ലാം കൂടി ഒരുമിച്ചായിട്ടാ തോന്നുന്നില്ലേ. അപ്പോൾ നമ്മൾ ഈ മുട്ടേനല്ലേ ഒന്നിങ്ങനെ പൊരിച്ചതിൻ്റെ ശേഷം നമ്മളൊന്ന് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ട് ചട്ടിയിൽ തന്നെയാണ് ഇനി ബാക്കി ഉണ്ടാക്കണം കേട്ടോ. അതിന് ആക്കണേൻ്റെ മുന്നേ ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും കുറച്ച് മുളകും പൊടി ഇട്ടിട്ട് ചതച്ചെടുക്കണം. ഒന്ന് മെല്ലെ നമ്മൾ കുറച്ച് എണ്ണ വെച്ചിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കടുകിക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുത്തു. ചെറിയ ജീരകത്തിൻ്റെ ഒപ്പം ഉണക്കമുളകും കറിവേപ്പിലയും. അമ്മ അത് തിന്നുണ്ടോ? ഉണ്ടാക്കിയിട്ട് തിന്നാൻ പറ്റുമോ? നമുക്ക് അമ്മ ഒന്നുമില്ല. അമ്മ ഒന്നുമില്ല. എന്നാൽ ഞാൻ തിന്നു നോക്കാം കേട്ടോ. അന്ന് ഞാൻ നിന്നിട്ടില്ല. അന്ന് ഞാൻ ഡയറ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, മുളകും പൊടി കൂട്ടിയിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. എന്നിട്ട് ഇത് എണ്ണയോട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ കൂട്ടത്തേക്ക് തന്നെ വേറെ 2 മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒന്ന് നമ്മളെ പെരുംജീരകമാണ്. ഒരു മുട്ടയ്ക്കാണ് ഇതൊക്കെ പാടെ വരുത്തില്ലേ. നോക്കട്ടെ. സ്പൂണുണ്ട്. എന്നോട് എന്നോട് ഞാൻ പറഞ്ഞു സാധാ ഉണ്ടാക്കിയാ മതി, വെക്കാത്ത പണിക്ക് നിക്കണ്ട. ആ മുരിങ്ങത്താളിപ്പൂ സാധാ കറി ഉണ്ടാക്കിയാ മതി. മോര് കറി. ഭാഗ്യം. ഇതുവരെ മുരിങ്ങത്താളിപ്പൂ
ചക്കക്കൂട്ടാൻ മാത്രമേ പറഞ്ഞേ. ഇപ്പൊ മോരുകറിയും കൂടിയല്ലോ. ഇനി ചക്ക കിട്ടൂല, ഉം. ഇനി ചക്ക കിട്ടൂല. ഒരു നുള്ള് ഗരം മസാല ഇട്ട് കൊടുത്തു. ഗരം മസാല ഇപ്പോൾ കൊണ്ടുവന്നതാണ്. അതിന് നമ്മളൊരു കുപ്പിയിലാക്കി കൊടുക്കണം. അവിടെ നിൽക്കട്ടെ കേട്ടോ. ഇപ്പൊ സത്യം പറഞ്ഞാൽ നല്ലൊരു മണം വരുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? സത്യം അല്ലെങ്കിലോ ചിലപ്പോൾ വേണ്ട, ഞാൻ കിട്ടുന്നുണ്ട്. ഇല്ലേ? ചേരുവകൾ കുറെ ചേർന്നില്ലേ? വേറൊരു മുട്ട ഉള്ളിട്ട് പൊരിക്കുമ്പോൾ അത്രയ്ക്ക് വാസന ഉണ്ടാവില്ല. അതിലേക്ക് എല്ലാ മസാലകളും ഇടുമ്പോൾ വ്യത്യാസം വരില്ല. വയറ് കേടരോ, അതാണ് പ്രശ്നം. ഇത് ചേട്ടനെ മാത്രമൊന്നുമില്ല, കുറച്ചുള്ളൂ. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടു. ആ മുട്ട കാണാനൊരു ഭംഗിക്ക് വേണ്ടി. നല്ല ഭംഗിയുണ്ടല്ലോ. അങ്ങനെ ഇങ്ങനെ കാണാൻ ഭംഗി. ഇട്ടൊക്കെ മൂത്ത് അതിക്ക് നമ്മള് ഈ ജാറിൽ ചതച്ചതിൻ്റെ ആ വെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, മുട്ടയിൽ ഉപ്പാക്കിയിട്ടില്ല, ഈ ഗ്രേവിക്ക് ഉപ്പാക്കില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്. ഈ ലാസ്റ്റ് ഇതിക്ക് നമ്മൾ മുട്ട ചേർത്ത് കേട്ടോ. മുട്ടക്കറി അല്ലേ? വെള്ളം വറ്റും. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഈ മുട്ടയിൽ എല്ലാം പിടിച്ചിട്ട് വെള്ളം വറ്റി ഒരു ഉപ്പേരി പോലെ അങ്ങോട്ടാവും. അമ്മ തുമ്മാൻ തുടങ്ങി. അമ്മ ഈ മസാല ഒന്നും പറ്റൂലേ? നമ്മളെ അടുക്കളയിൽ നിന്ന് പരമാവധി ഉണ്ടാക്കൽ കുറക്കലാണ്. മഴ ഉണ്ട്, മഴ വരുന്നുണ്ട്. ഇപ്പം എടുത്ത് കൊടുത്ത വെള്ളം പോയി. അപ്പോൾ ഈ മുട്ടയിലൊക്കെ ഈ എല്ലാം പിടിച്ച് പാകമായി വരും. നല്ല എരിവും എല്ലാം ഉണ്ട്. ഉണക്കമുളകിൻ്റെയും മുളക് പൊടിൻ്റെയും കൂടി എരി എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ മുട്ട വറവ് കഴിഞ്ഞ സംഭവം കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പുളിയായി രസമുണ്ട് എന്ന് പറയല്ല, ഇഷ്ടപ്പെട്ടു. ഇനി ബാക്കി തിന്നണമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വിശേഷം എത്രയേ ഉള്ളൂ. അമ്മ പോയി അകത്തേക്ക്. അമ്മയ്ക്കിത് സഹിക്കാൻ പറ്റൂല ഈ മണം. നമ്മൾ വർക്കൊക്കെയാണ് പ്രാർത്ഥിക്കാനും നല്ല സമയമായിരുന്നു, കുറച്ച് നേരം വൈകി. അപ്പോൾ നമുക്ക് ഈ നാളെ കാണാം. എല്ലാവർക്കും ബൈ.